ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചീനീസ് കിച്ചൺ. ഇന്ന് വന്നിരിക്കുന്നത് കാവത്ത് കൊണ്ട് അല്ലെങ്കിൽ കാച്ചിൽ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ഉലർത്താണ്. അത് കുടംപുളി ചേർത്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കറികളിൽ നിന്നൊക്കെ വളരെയധികം വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പിയാണ്. അധികം ആരും ചെയ്ത് നോക്കാത്തതാണ്. ചോറിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. അല്ലെങ്കിൽ തന്നെ മീൻ കറിയുടെ കൂടെ, മുളകിട്ട മീൻ കറിയുടെ കൂടെയും ഒരു അടിപൊളി കോമ്പിനേഷനാണ് കേട്ടോ അത്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അധികം ആരും ചെയ്ത് നോക്കാത്തൊരു റെസിപ്പിയാണ്. ഇതിൽ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് കാന്താരിയും കുടംപുളിയും നമ്മുടെ കാവത്തുമാണ് കേട്ടോ. അല്ലെങ്കിൽ നിങ്ങൾ കാച്ചിൽ എന്ന് പറയും ചിലർ. അപ്പോൾ അതിനായിട്ട് കാച്ചിലിതാ വയലറ്റ് വേണമെങ്കിൽ വയലറ്റ് കൊണ്ട് ഉണ്ടാക്കാം, അല്ലെങ്കിൽ വെള്ള. എനിക്കിപ്പോൾ ഇന്ന് വെള്ളയാണ് കിട്ടിയിരിക്കുന്നത്. അത് നമ്മൾ പൊടിയായിട്ട് അരിഞ്ഞ് നല്ലോണം കഴുകി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം എന്ന് പറഞ്ഞാൽ കുറച്ച് ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുക്കണം. ഇതിലേക്കുള്ള കൂട്ടെന്ന് പറയുന്നത് ചുമന്നുള്ളി, അതുപോലെ തന്നെ ഒരു ചെറിയ വെള്ളുള്ളി, ഒരു ചെറിയ പീസ് കുടംപുളി, പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങ, കാന്താരി മുളക്. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് ഈ കുടംപുളി തന്നെയാണ് കേട്ടോ അതിൻ്റെ കൂടെ. അപ്പോൾ അധികാരം ഇങ്ങനത്തെ ഉലർത്തിലൊന്നും കുടംപുളി ചേർത്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഇനി നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് നമുക്കൊരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അത് വെളിച്ചെണ്ണയിൽ തന്നെ ഉണ്ടാക്കണം കേട്ടോ, അതാണ് അതിൻ്റെ ടേസ്റ്റ്. അപ്പോൾ അതാ നമ്മൾ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സാധാരണ കറികളിലൊക്കെ ചേർക്കണ പോലെ തന്നെ കടുക് ചേർത്ത് കൊടുക്കാം. കടുക്, വറ്റൽമുളക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കാവത്ത് ചേർത്ത് കൊടുക്കാം. ചിലർ കാവത്തെന്ന് പറയും കേട്ടോ. നമ്മളൊക്കെ തൃശ്ശൂർ കാവത്തെന്നാണ് പറയുക. ഇവിടെ വന്നപ്പോഴാണ് കാച്ചിലെന്ന് പറയുക. അതുപോലെ തന്നെ ഉലർത്ത്, ഇങ്ങനത്തെയൊക്കെ കറികൾ അധികം ഈ എറണാകുളം സൈഡിലൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ മീൻ കറി കൂട്ടിയിട്ട് ഇത് കഴിക്കുക. നമ്മളൊന്നും അവിടെ അങ്ങനെ കഴിക്കാറില്ല. വീട്ടിലൊക്കെ ഉണ്ട്, പുഴുങ്ങി തിന്നും, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ടെന്ന് വെച്ചാലും ഇങ്ങനത്തെയൊക്കെ ഇവിടെ വന്നപ്പോൾ കിട്ടിയ റെസിപ്പികളാണ്. അപ്പോൾ ആരെങ്കിലും വ്യത്യസ്തമായിട്ട് പറയുമ്പോൾ ഞാനത് ഉണ്ടാക്കി അറിയാത്തവർക്ക് കൂടെ ട്രൈ ചെയ്യും. അപ്പോൾ കുടംപുളിയും കാവത്തും കൂടെ നമ്മൾ ഒരുമിച്ചാണ് കേട്ടോ ഇടുന്നത്. ഒരുമിച്ചിട്ട് വേവിക്കണം. നമുക്ക് വേണമെങ്കിൽ ഈ കുടംപുളി വെന്തതിന് ശേഷം എടുത്ത് കളയാം കേട്ടോ. ചിലർക്ക് അധികം ആ കുടംപുളിയുടെ കുത്തുപോലെ വരുന്നുണ്ടെങ്കിൽ, നല്ല കുടംപുളിയാണെങ്കിൽ നമുക്ക് അതിൽ കിടന്നാലും കുഴപ്പമില്ല. ഇതിട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ആ സമയം കൊണ്ട് കണ്ടോ, ചൂടുവെള്ളമാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ ശ്രദ്ധിക്കുക. ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ നമുക്ക് കുക്കറിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ചീനച്ചട്ടിയിൽ തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. പിന്നെ കുറേ നാളിരുന്നതാണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും വേവാനായിട്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം. അപ്പോൾ അത് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി ഉപ്പിട്ട് വേവിച്ചെടുത്തതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും അതുപോലെ തന്നെ ചുവന്നുള്ളിയും ഒരു ചെറിയ വെള്ളുള്ളിയും കാന്താരിയും കൂടെ ഒന്ന് ഒതുക്കിയെടുക്കുക. നമ്മൾ ഉലർത്തിനൊക്കെ ഒതുക്കിയെടുക്കുക എന്നല്ല പറയുക. ഒതുക്കിയെടുത്തതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഒന്ന് മൂടി വയ്ക്കാം. അതിന് ശേഷം ഒരു 2 മിനിറ്റിന് ശേഷം നമ്മുടെ ഇത് റെഡിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതാണെന്ന് മൂടി വയ്ക്കുകയാണ്. അതിന് ശേഷം കുടംപുളി നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് എടുത്ത് മാറ്റാം കേട്ടോ. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് മാറ്റി, പിന്നെ ഞാൻ ഒന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിലിട്ടെന്നേ ഉള്ളൂ. ആ കുടംപുളിയുടെ ചെറിയൊരു പുളി വരും. അടിപൊളി ടേസ്റ്റ് തന്നെയാണ് കേട്ടോ. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഈ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പി. ഇങ്ങനത്തെ റെസിപ്പികളൊക്കെ വളരെ അപൂർവമാണ് കിട്ടുന്നത്. പക്ഷേ കിട്ടിയാൽ ഞാൻ ഉടനെ ട്രൈ ചെയ്ത് എല്ലാവർക്കും അത് ഇതിൽ വീഡിയോയിൽ ഇടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ കിട്ടിയൊരു റെസിപ്പിയാണിത്. കുറേ നാളായി എല്ലാവരും പറയുന്നു ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയാൽ നല്ലതാണെന്ന്. പിന്നെ കുടംപുളി വയറിനൊക്കെ നല്ലതാണല്ലോ. അപ്പോൾ അത് നമ്മുടെ ഉലർത്ത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ തൂവി കൊടുക്കാം കേട്ടോ. എല്ലാം കഴിഞ്ഞ് ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം നമ്മൾ ആ വീലൊക്കെ ചെയ്യില്ലോ, പച്ച വെളിച്ചെണ്ണ തൂവിയിട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് നമുക്കതൊന്ന് വേവിച്ചെടുക്കാം. ഞാൻ കുറച്ച് ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളൂ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള കുടംപുളി ചേർത്തിട്ടുള്ള കാച്ചിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. മീൻ കറിയുടെ കൂടെയായാലും വെറുതെ കഴിക്കാനായാലും ചോറിൻ്റെ കൂടെയായാലും ഒക്കെ അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനത്തെ വ്യത്യസ്തങ്ങളായ റെസിപ്പി ആയിട്ട് ചീനീസ് കിച്ചൺ വരുന്നതാണ്.